പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ജൂലൈ 13 പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. 1947 ജൂലൈ 13 ഇറ്റലിയിലുള്ള മോണ്ടിഷിയാറി എന്ന സ്ഥലത്തുള്ള പാവപ്പെട്ട പെരിയന കില്ലി എന്ന ഒരു നേഴ്സിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വലിയ സന്ദേശങ്ങളും ആ പ്രത്യക്ഷീകരണവുമാണ് ഈ ജൂലൈ 13 റോസ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഇടയായത്. റോസ മിസ്റ്റിക്ക ദിവ്യരഹസ്യങ്ങളുടെ റോസാ പുഷ്പമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യ മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സഭ നാശത്തിലേക്ക് പോകുമ്പോ, സഭ മക്കള് നശിച്ചുകൊണ്ടിരിക്കുമ്പോ, ഈശോയെ വിട്ട് തന്റെ മക്കള് പടിയിറങ്ങി പോകുമ്പോ ഒരമ്മയുടെ വേദനയോടുകൂടി പരിശുദ്ധ അമ്മ പല സ്ഥലത്തും കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ട്. ഈ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ പ്രത്യക്ഷത്തിന്റെ വലിയ അടിസ്ഥാനം സഭയെയും പ്രത്യേകിച്ച് വൈദികരെയും സന്യസ്തരെയും പ്രാർത്ഥനയിലേക്കും പ്രാശ്ചിത്യത്തിലേക്കും വിശുദ്ധിയിലേക്കും പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ അതിശക്തമായ ഇടപെടല് ഈ പ്രത്യക്ഷത്തിലൂടെ നടത്തുകയാണ്. വിശ്വാസം നഷ്ടപ്പെട്ട്, പരിശുദ്ധി നഷ്ടപ്പെട്ട്, ലോകാരൂപിക്ക് അടിമപ്പെട്ട് സഭാ മക്കള്, വൈദികര്, സന്യസ്തര് നശിച്ചു പോകുന്ന ആ പ്രത്യേക ഒരു കാലഘട്ടത്തില് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് വലിയ ശക്തമായ സന്ദേശങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ പ്രത്യക്ഷീകരണത്തില് പലവട്ടം മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആദ്യത്തെ പ്രത്യക്ഷീകരണത്തില് പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മേല് 3 വാളുകള് കുത്തിയിറക്കപ്പെട്ടിരിക്കുന്നു. അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഒന്നാമത്തെ വാള് ദൈവവിളി ഉപേക്ഷിച്ചു പോകുന്ന വൈദികരെ കുറിച്ചും സന്യസ്തരെ കുറിച്ചുമുള്ള പരിശുദ്ധ അമ്മയുടെ വേദന. രണ്ടാമത്തെ വാള് മാരക പാപത്തില് ജീവിക്കുന്ന വൈദികരും സന്യസ്തരും. ഇനി മൂന്നാമത്തെ വാള് സന്യാസ ജീവിതത്തോടും വൈദിക ജീവിതത്തോടും ജനങ്ങൾക്കിടയിലുള്ള വലിയ താല്പര്യക്കുറവ് എന്ന് പറഞ്ഞാല് സന്യസ്തരെ ഓർത്ത്, വൈദികരെ ഓർത്ത്, ദൈവവിളിക്ക് താല്പര്യമില്ലാതെ അത് വിട്ടുപേക്ഷിച്ചു പോകുന്നവരെ ഓർത്ത്, ദൈവവിളിയോടും സന്യാസ ജീവിതത്തോടും താല്പര്യമില്ലാത്ത ഒരു സഭയുടെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ ഒത്തിരിയേറെ വേദനിച്ചുകൊണ്ട് ആ വ്യാകുല വാളാൽ കുത്തി തുറക്കപ്പെട്ട ആ വിമല ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന 3 വാളുകൾ. എന്നെ പ്രിയപ്പെട്ടവരെ, സഭയുടെ അടിസ്ഥാനം, സഭയുടെ ജീവനാഡി പൗരോഹിത്യമാണ്, സന്യസ്ത ജീവിതമാണ്. അതിലൂടെ ദൈവത്തിന്റെ കൃപ മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, യുവമക്കളിലേക്ക്, ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലേക്കും ഒഴുകിയിറങ്ങണം. ഈശോ പറഞ്ഞില്ലേ, എന്റെ വൈദികര്, എന്റെ സന്യസ്തര്, എന്റെ കരുണ അനേകരിലേക്ക് എത്തിക്കുന്ന കൈവഴികളാണ്. ആ കൈവഴികൾ അടയപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ, മാരക പാപത്തില്, ലോകാരൂപിയില് അടയപ്പെട്ട് കിടക്കുന്ന പൗരോഹിത്യം, വിശുദ്ധിയില്ലാതെ എങ്ങനെ കൃപയുടെ ഉപകരണങ്ങളായിട്ട് മാറി ഈ കരുണയുടെ കൈവഴികളായിട്ട് തീരാൻ പറ്റും? അങ്ങനെയായി പോയൊരു കാലഘട്ടത്തില് ഈ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് വലിയ പ്രാർത്ഥനയിലേക്കും, ഇനി രണ്ടാമത് മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോ 3 റോസാ പുഷ്പങ്ങളാണ്. 1 വൈറ്റ് റോസ്, 2 റെഡ് റോസ്, 3 ഗോൾഡൻ കളർ, വെള്ള കളറ്, അതോടൊപ്പം തന്നെ ചുമന്ന കളറ്, പിന്നെ സ്വർണ്ണ കളർ. 3 റോസാ പുഷ്പങ്ങൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ നെഞ്ചത്ത് കാണാൻ പറ്റും. വെള്ള, റെഡ്, ഗോൾഡൻ, ഈ 3 കളറുകൾ. അതിന്റെ സന്ദേശം ഇതാണ്. വൈറ്റ് റോസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും ഒരു തലത്തിലേക്ക് വൈദികര്, സന്യസ്തര്, സഭാമക്കള് കടന്നു വരണം. വിശുദ്ധി. റെഡ് റോസ് എന്ന് പറഞ്ഞാല് സാക്രിഫൈസ്, ത്യാഗത്തിന്റെ, ഒത്തിരി ത്യാഗം ചെയ്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് ഈ വിശുദ്ധിക്ക് വേണ്ടി ഈ ത്യാഗത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കണം. ഈ മൂന്നാമത്തെ ഗോൾഡൻ, പ്രാശ്ചിത്തം, പെനൻസ്, പ്രാശ്ചിത്തം ചെയ്യണം. അതായത് പ്രാർത്ഥന, പരിത്യാഗം, പ്രാശ്ചിത്തം,
ഈ അടിസ്ഥാനത്തില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് വലിയ സന്ദേശം തന്റെ മക്കൾക്ക് നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ ഈ വലിയ സന്ദേശം നമുക്ക് നൽകുകയാണ്. പൗരോഹിത്യത്തിന് വേണ്ടി, സന്യാസ ജീവിതത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭയുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ശക്തമായ ജീവിതത്തിലൂടെ സഭയെ പടുത്തുയർത്തുവാൻ, ആത്മാക്കളെ രക്ഷിക്കുവാൻ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധ അമ്മ അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥനയില്, ദൈവബന്ധത്തില്, പരിശുദ്ധ ജപമാല, മറ്റു ജപമാല പ്രാർത്ഥനകള്, രക്തക്കണ്ണീരിന്റെ ജപമാല, അങ്ങനെ ഈശോയുടെ തിരുരക്തത്തിന്റെ ജപമാല, അങ്ങനെ വലിയ പ്രാർത്ഥനയില് തമ്പുരാന്റെ സന്നദ്ധിയില് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധം പറയാം. അതോടൊപ്പം തന്നെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി പരിശുദ്ധം ആവശ്യപ്പെടുക. ത്യാഗങ്ങൾ ഏറ്റെടുത്ത്, സഹനങ്ങൾ ഏറ്റെടുത്ത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതോടൊപ്പം തന്നെ പരിഹാര പ്രവൃത്തികൾ, വഴിതെറ്റിപ്പോയ വൈദികര്, സന്യസ്തര്, നമ്മുടെ യുവമക്കള്, നമ്മുടെ കുഞ്ഞുമക്കള്, നമ്മുടെ കുടുംബങ്ങള് വിളിച്ച വിളിയോടെ വിശ്വസ്തത പുലർത്താതെ രോഗാരൂപിക്ക് അടിമപ്പെട്ട് മാരകപാപത്തില് ദൈവത്തെ വിട്ട് ജീവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകിച്ചും ഈ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ സങ്കടം നമുക്കറിയാം. റോസാ മിസ്റ്റിക്ക മാതാവ് രക്തക്കണ്ണീരൊഴുക്കുന്ന അമ്മയാണ്. തന്റെ മക്കളുടെ നാശത്തെ കണ്ട്, സഭയുടെ നാശത്തെ കണ്ട്, വൈദികരുടെയും സന്യസ്തരുടെയും നാശത്തെ കണ്ട് സഹിക്കാൻ പറ്റാതെ രക്തക്കണ്ണീര്, വെറും കണ്ണീരില്ല, ഈ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ രൂപത്തിൽ നിന്നും ചിത്രത്തിൽ നിന്നുമൊക്കെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. രക്തം ചിന്തുന്ന, രക്തമൊഴുക്കുന്ന, കണ്ണീർ പൊഴിക്കുന്ന പരിശുദ്ധയമ്മ. അമ്മയ്ക്ക് വലിയ വേദനയെ. കാരണം ഈ അമ്മയെയാണ് ഈശോ കുരിശിന്റെ ചുവട്ടില് നമ്മെ പരമേൽപ്പിച്ചിട്ട് പോയ, സഭയെ പരമേൽപ്പിച്ചിട്ട് പോയ. അതുകൊണ്ട് തന്നെ ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ മാതൃത്വം ഏറ്റെടുത്ത് അന്നു മുതൽ ഇന്നു വരെ, ഇനി ലോകാവസാനം വരെ ഈ പരിശുദ്ധ അമ്മ കാലാകാലങ്ങളില് ദൈവത്തെ വിട്ട്, വിശുദ്ധി വിട്ട്, കുദാശ വിട്ട്, പ്രാർത്ഥന വിട്ട്, രോഗാരൂപിക്ക് അടിമപ്പെട്ട് പിശാച് പിടിച്ചുകൊണ്ടു പോകുന്ന മക്കളെ ഓർത്ത് വേദനിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഒത്തിരി സന്ദേശങ്ങൾ കാലാകാലങ്ങളില് ഫാത്തിമയില്, ലൂർദില്, മെച്ചുകോറിയില്, പല സ്ഥലങ്ങളിലും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, മനസാന്തരപ്പെട്, പശ്ചാത്തപിക്ക്, കൂദാശകളിലേക്ക് തിരിച്ചു വാ, ഈശോയിലേക്ക് തിരിച്ചു വാ, കർത്താവിന്റെ വചനം കേൾക്ക്, തിരുക്കുവാനെ ബലി സ്വന്തമാക്ക്. ഈ തിരുരക്തത്തിന്റെ മാസത്തില് നമ്മള് നൊവേനയും തിരുരക്തത്തിന്റെ വലിയ യോഗ്യതകളും ഫലങ്ങളും അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുമ്പോ ഈ 13-ാം തീയതി പ്രിയപ്പെട്ട മക്കളെ രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ട് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ് നമ്മോട് പറയാ, മക്കളെ പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിത്യാഗം, പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് കർത്താവിങ്കിലേക്ക് ഉദാശകളോടെ തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരിലൂടെയാണ് കർത്താവിന്റെ കൃപ ഒഴുകിയിറങ്ങി എത്തേണ്ടത്, കരുണ ഒഴുകിയിറങ്ങി എത്തേണ്ടത്. അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇവരുടെ ലോകാരൂപി മദ്യപാനം, ജഡികാസക്തികള്, സമ്പത്തിന്റെ പിന്നാലെ, പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ ഈ ലോകാരൂപിക്ക് അടിമപ്പെട്ട് മത്സരത്തിലും അധികാര കസേരയിലും ഒക്കെ കൊതിച്ചും അടിമപ്പെട്ടിരിക്കുന്ന വൈദികരെയോർത്ത്, അഭിഷിക്തരെയോർത്ത്, അഭിവന്ദ്യ പിതാക്കന്മാരെയോർത്ത്, സന്യാസിമാരെയോർത്ത് പരിശുദ്ധമ്മ ഒത്തിരി വേദനിക്കുന്നു. രക്തക്കണ്ണീരൊഴുക്കി ഹൃദയം വീണ്ടും 3 വാളുകളാൽ കുത്തി തറയ്ക്കപ്പെട്ട് ഈ പരിശുദ്ധ അമ്മ കണ്ണീരോടെ, രക്തക്കണ്ണീരോടെ ഈ വലിയൊരു സന്ദേശം നൽകിയ മക്കളെ തിരിച്ചു വരിക. നമുക്കറിയാം എല്ലാ മാസത്തിന്റെ 13-ാം തീയതി, സാധാരണ 13-ാം തീയതി എന്ന് പറയുമ്പോ എന്തോ ദോഷമുള്ള ദിവസമായിട്ടാണ് ആളുകൾ കരുതുന്നത്. ചില ഹോട്ടലുകളില് 13-ാമത്തെ മുറി ഇല്ല, 12 കഴിഞ്ഞാൽ പിന്നെ 14 ഉള്ളു. 13 എന്തോ മോശപ്പെട്ട നമ്പറാണ്. പക്ഷെ പരിശുദ്ധ അമ്മ എല്ലാ മാസത്തിന്റെയും 13-ാമത്തെ തീയതി റോസാ മിസ്റ്റിക്ക ഡേ ആയിട്ട് പ്രാർത്ഥിക്കാൻ പറയും. അവിടെ പ്രത്യേകിച്ചും ഒരു പ്രാർത്ഥനയുടെ ദിവസം, പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും, പ്രത്യേകിച്ച് വൈദികരുടെയും സന്യസ്തരുടെയും വിശുദ്ധീകരണത്തിനു വേണ്ടി,
കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാക്കി മാറ്റിക്കൊണ്ട് റോസാ മിസ്റ്റിക്ക ഡേ ആക്കി എല്ലാ മാസത്തിന്റെയും 13-ാം തീയതി പ്രഖ്യാപിക്കുകയാണ് ഈ പ്രത്യക്ഷത്തിലൂടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടം 1947 പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ടു. ഇന്നും ഈ 2025 എത്തി നിൽക്കുമ്പോ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമില്ല. നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ വൈദികര്, നമ്മുടെ സന്യസ്തര്, നമ്മുടെ സഭ, യുവമക്കള്, കുഞ്ഞുമക്കള് ഇതിന്റെ അടിമത്തത്തിലേക്ക് പോയി കർത്താവിനെ വിട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മക്കളെ. അതുകൊണ്ട് പരിശുദ്ധ പറയാം, പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും മക്കളെ, പരിഹാരം ചെയ്യ്, പ്രായശ്ചിത്തം ചെയ്യ്, ശുദ്ധീകരിച്ച് ശുദ്ധിയിൽ ജീവിക്കുക. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പ്രാർത്ഥന യുദ്ധങ്ങളെ ഒഴിവാക്കും. പ്രാർത്ഥന ഏത് കഠിന ഹൃദയത്തെയും മനസാന്തരപ്പെടുത്തും. പ്രാർത്ഥന സഭയെ വിശുദ്ധീകരിക്കും. പൗരോഹിത്യത്തെ, സന്യാസ ജീവിതത്തെ, കുടുംബങ്ങളെ, മക്കളെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് വലിയ വേദനയോടെ, കൂപ്പകരങ്ങളോടെ പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ് നമ്മോട് പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്. നമ്മൾ ആരും നശിച്ചു പോകുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് സഹിക്കില്ല. ആത്മാക്കൾ നശിച്ചു പോകുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഈ അമ്മ ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളില് രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി കരയുന്നുണ്ട്. മക്കളെ നിലവിളിച്ച് പറയാ, തിരിച്ചു വാ മക്കളെ, പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച് തിരിച്ചു വാ. അതിന് സഹായിക്കാൻ നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. സഭയുടെ അമ്മ, കുടുംബങ്ങളുടെ അമ്മ, നമ്മുടെ അമ്മ, ക്രിസ്ത്യാനിയുടെ രാജ്ഞി. ഈ അമ്മ എപ്പോഴും ഉണ്ട്. അമ്മേനെ വിളിക്കണം. ജപമാലയിലൂടെ, രക്തക്കണ്ണീർ ജപമാലയിലൂടെ സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നൊക്കെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ദുരക്തത്തെ അവകാശപ്പെട്ട്, പരിശുദ്ധ അമ്മയെ രക്തക്കണ്ണീരിനെ അവകാശപ്പെട്ട്, അമ്മയുടെ വ്യാകുലം നിറഞ്ഞ ഹൃദയത്തെ അവകാശപ്പെട്ട്, അമ്മയുടെ മാതൃസ്നേഹത്തെ അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഭാഗ്യം ചെയ്യുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് മക്കളെ, അമ്മ പറയുന്ന മാതൃസ്നേഹത്തോടെ പറയുന്ന 3 കാര്യങ്ങൾ ഇവിടെ ഇതാണ്. 1, വൈദികരുടെയും സന്യസ്തരുടെയും വിശുദ്ധി. 2, കുടുംബങ്ങളുടെ പവിത്രത. 3, പാപികളുടെ മേലുള്ള ദൈവത്തിന്റെ കരുണ. ഈ 3 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. വൈദികരും സന്യസ്തരും വിശുദ്ധരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധരായ വൈദികരാകാൻ വേണ്ടി അനേക മക്കള് ദൈവവിളി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല കന്യാസ്ത്രീമാര്, സന്യസ്തര് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാൻ അച്ഛൻ പറയേണ്ട കാര്യമില്ല. വൈദിക മേഖല, പൗരോഹിത്യ മേഖല, സന്യാസ ജീവിതങ്ങള്, സന്യാസ കേന്ദ്രങ്ങള്, ആലയങ്ങള് പലതും പ്രാർത്ഥനയില്ല. വിശ്വാസത്തിൽ പോലും ഒരു ബലമില്ല. ലോകത്തിന്റെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ, പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ, കച്ചവടത്തിന്റെ പിന്നാലൊക്കെ ഓടിപ്പാഞ്ഞു നടക്കുമ്പോ വിളിക്കപ്പെട്ട വിളി മറന്ന് ശുദ്ധിയിൽ ജീവിക്കാതെ, വ്രതങ്ങളിൽ ജീവിക്കാതെ ഒത്തിരിയേറെ തകർന്നടിഞ്ഞു പോകുന്ന പൗരോഹിത്യം. പിന്നെ വഴക്കും വയ്യാവേലിയും അനുസരണക്കേടും, എന്താ പറയാ, വിദ്വേഷവും അധികാര കസേരയും ലോകാരൂപിക്ക് അടിമപ്പെട്ട് കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സഭയെ രക്ഷിക്കണമെങ്കിൽ നല്ല വിശുദ്ധരായ വൈദികരെ വേണം. കഴിഞ്ഞ ദിവസം ബൈബിൾ റീഡിങ്ങില് ഡാനിയേൽ ചാനലിലൂടെ പറയപ്പെട്ട സന്ദേശമുണ്ട്. ഇസ്രായേൽ ജനം അനേക വർഷങ്ങൾ ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞു. അവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന് സാധിക്കാതെ പോയത് മോശയെ പോലെ സമർപ്പിക്കുന്ന വിശുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായില്ല. അതുകൊണ്ടാണെന്ന് വലിയ സത്യമാ. ഇന്ന് വിശുദ്ധരായ അഭിഷിക്തർ വേണം. കുടുംബങ്ങളെ രക്ഷിക്കാൻ, യുവമക്കളെ രക്ഷിക്കുവാൻ, സഭയെ രക്ഷിക്കുവാൻ, രൂപതകളെ രക്ഷിക്കുവാൻ, ഇടവകളെ രക്ഷിക്കുവാൻ, ലോകം മുഴുവൻ രക്ഷിക്കുവാൻ വിശുദ്ധരായ, സമർപ്പിച്ച് വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്തത പുലർത്തി ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, ദൈവത്തിന്റെ കൃപകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന അഭിഷിക്തരും സന്യസ്തരും തീരെ കുറഞ്ഞു. ദൈവികാരന് ബന്ധമില്ലാത്ത വൈദികര്, സന്യസ്തര് കുർബാന ഒരു ചടങ്ങ് നിർപ്പിച്ച പിന്നെ നിത്യാരാധനയ്ക്കിരിക്കാനോ ഈശോയുടെ കൂടെ ഇരിക്കാനോ കർത്താവിന്റെ മനസ്സറിയാനോ പറ്റാത്ത വിധത്തില് ഒത്തിരിയേറെ തകർച്ചകൾ നേരിടുന്ന ഒരു കാലഘട്ടം ഇന്നെന്നല്ല മക്കളെ, മിക്കവാറും എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട
ആ സന്ദേശം ഇന്നും ഇന്നും പ്രബലമാണ്. ഇന്നും അതിന് അർത്ഥമുണ്ട്, ഇന്നും അതിന് ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജൂലൈ 13-ാം തീയതി റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളില്, ഈ ജൂലൈ മാസത്തില്, കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മാസത്തില് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല വൈദികർക്ക് വേണ്ടി, നല്ല സന്യസ്തർക്ക് വേണ്ടി, നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ യുവമക്കള് വിശുദ്ധിയിൽ ജീവിക്കണം, പ്രാർത്ഥനയിൽ ജീവിക്കണം. സഭയിൽ ഒരു ഉണർവ്, ഒരു വിശുദ്ധീകരണം, ഒരു റിവൈവൽ, ഒരു തിരിച്ചുവരവുണ്ടാകണം. കർത്താവിലേക്ക് തിരിച്ചു വരുന്ന വിശുദ്ധിയോടെ, കർത്താവിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി തിരിച്ചു വന്ന് കർത്താവിനെ കൂടെ നിർത്തി സ്വന്തമാക്കി ജീവിക്കുന്ന ഒരു വലിയ മാറ്റം. അതാണ് പരിശുദ്ധമ്മ എപ്പോഴും പറയുന്നത്. എന്റെ മകനിലേക്ക് തിരിച്ചു വാ, എന്റെ മകൻ പറഞ്ഞു കേട്ടനുസരിക്ക്, അവന്റെ ബലി സ്വന്തമാക്കി, അവന്റെ തിരക്തം സ്വന്തമാക്ക്, അവൻ തരുന്ന രക്ഷ സ്വന്തമാക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ, പാപികൾ മാനസാന്തരപ്പെടാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധമ്മ നമ്മോട് പറയുകയാണ്. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥകളും ആവശ്യകതകളും ഈ സന്ദേശത്തിന്റെ പ്രസക്തിയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ നമുക്കിന്ന് ആഘോഷിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ മാസത്തിനും 13-ാം തീയതി റോസാ മിസ്റ്റിക്ക ഡേ ആയി ആഘോഷിക്കുവാനും ആചരിക്കുവാനും പ്രാർത്ഥനയുടെ ഒരു ദിവസമാക്കി മാറ്റുവാനും പരിശുദ്ധമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് അമ്മയോട് പ്രാർത്ഥിക്കാനും ജപമാല ചൊല്ലി കൂദാശകൾ സ്വീകരിച്ച് കർത്താവിനെ സ്വന്തമാക്കി ജീവിക്കാനൊക്കെ നമുക്ക് ഇടയാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുമ്പോ ഞങ്ങളെ നശിപ്പിക്കാൻ, ഞങ്ങളെ തകർക്കാൻ പിശാച് അതിശക്തമായിട്ട് പ്രവർത്തിക്കും. എല്ലാം കൊടുക്കും, സമ്പത്ത് കൊടുക്കും, സൗകര്യങ്ങൾ കൊടുക്കും, സ്ഥാനമാനങ്ങൾ കൊടുക്കും. ഈ ലോകത്തിലേക്ക് പിടിച്ചു വലിച്ചു കെട്ടിയിടാൻ പിശാച് എല്ലാം തരും. സ്വാഭാവിക പ്രകൃതി മനുഷ്യരാണല്ലോ, അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ. സ്വാഭാവിക പ്രകൃതി അതിലേക്കാണല്ലോ. അതിലേക്ക് പെട്ടെന്ന് വീഴ്ത്തി കർത്താവിലേക്ക് തിരിയാനോ വിശുദ്ധിയിൽ ജീവിക്കാനോ അല്ലെങ്കിൽ ലോകാരൂപിയെ തകർത്തെറിയാനോ പറ്റാത്ത വിധത്തില് അനേകം വൈദികരെയും സന്യസ്തരെയും സാത്താൻ കെണിയിൽ കുടുക്കി വച്ചിട്ടുണ്ട്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല, ഉപവാസം കൊണ്ടല്ലാതെ ഇതിൽ നിന്ന് മോചനമില്ല. ഇത് അറിയാൻ പറ്റാതെ കണ്ണു കെട്ടപ്പെട്ട് അനേകം വൈദികരും സന്യസ്തരും പ്രാർത്ഥനയില്ല, ഉദാശയില്ല, തോന്നിയ മാതിരി ഒക്കെ ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വൈദികര് നമ്മുടെ സഹോദരങ്ങളാ, നമ്മുടെ വൈദികര് നമ്മുടെ ആവശ്യമാ, നമ്മുടെ വൈദികര് സഭയുടെ കരുത്ത, നമ്മുടെ വൈദികര് കർത്താവിന്റെ പ്രിയപ്പെട്ട കരുണയുടെയും കൃപയുടെയും കൈവഴികളാ. സന്യസ്തരും വൈദികരും ഈ അഭിഷേകത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ സഭ ഉദാശയിലും ഈശോബന്ധത്തിലും ഈശോ പറയുന്നത് പോലെ ചെയ്യാനും പ്രാശ്ചിത്വത്തിന്റെയും പരിഹാരത്തിന്റെയും പ്രാർത്ഥനയുടെയും അടിസ്ഥാനത്തിൽ ജീവിക്കാനുമുള്ള അമ്മയുടെ വലിയ ആഹ്വാനം, സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനയോടെ നേരുകയാണ്. ഇതൊരു ഉത്തരവാദിത്വമാണ്, ഇതൊരു വെല്ലുവിളിയാണ്, ഇതൊരു ദൗത്യമാണ് നമ്മെ പരമേൽപ്പിക്കുന്ന പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ്. ഏറ്റെടുക്കാം മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കാർമൽ മീഡിയയിലൂടെ നമ്മൾ ഈ ദിവസങ്ങളില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തിരുരക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സത്യം മറച്ചു വയ്ക്കാതെ പച്ചയായ സത്യം കണ്ടുകൊണ്ട് അതിനെതിരെ ബോധ്യപൂർവം, അതിനെതിരെ ബോധപൂർവം ശക്തിയുക്തം യുദ്ധം ചെയ്യാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നമുക്കിടയാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും ആശംസ നേരുന്നു. നമുക്കൊരു നിമിഷം അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം. മാതാവേ, ഞങ്ങളുടെയും കുടുംബത്തിന്റെയും സഭയുടെയും ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടി ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അമ്മ വ്യാകുലവാളുകളാൽ കുത്തിപ്പിളർക്കപ്പെട്ടു. അമ്മയെ പരമേൽപ്പിച്ച ഞങ്ങളുടെ മാതൃത്വം വലിയ സ്നേഹത്തോടെ അമ്മ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ മനുഷ്യ മക്കൾ വഴിതെറ്റി പോകുമ്പോ, സഭ വൈദികര് സന്യസ്തര് വഴിതെറ്റി പോകുമ്പോ കണ്ണീരോടെ, അതും രക്തക്കണ്ണീരൊഴുക്കി അമ്മ ഇടപെടുന്നുണ്ട്. അമ്മയുടെ ഈ വലിയ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് റോസാ മിസ്റ്റിക്ക മാതാവേ,
ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും പ്രാർത്ഥിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്താനും കൃപ നിറഞ്ഞ അമ്മേ, കർത്താവ് കൂടെയുള്ള അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ കൃപയിൽ നിന്ന് ആ കൃപയുടെ വലിയൊരൊഴുക്ക് ഞങ്ങളിലേക്കും വൈദികരിലേക്കും സന്യസ്തരിലേക്കും ലോകം മുഴുവനിലേക്കും ഒഴുകിയിറങ്ങുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിനോട് നൽകപ്പെട്ട സന്ദേശങ്ങളുടെ അഭിഷേകവും നിറച്ച് സ്വർഗം ദൈവമായ കർത്താവ് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.